നഫ്സ് മെരുക്കാനായി ചികിത്സയും ചെയ്തിടുന്ന് വന്യരും കാലം നീക്കി കഴിച്ചിടലായി നോർദിയിൽ എത്തി ജനം ആശ്വാസം കൊള്ളുകയായി. നഫ്സ് മെരുക്കാനായി ഉറുതികളും ചൊല്ലിയേ കേട്ടതവിൽ ശിഷ്യന്മാർ നിന്നിടലായി. അങ്ങിനെ പല പല ഇൽമും ഹുക്കുമും നേടിടലായി. ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സ ഒരു സൂറത്ത് തന്നെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാന്റെ പേരിൽ അവതരിപ്പിച്ചതായി കാണാം. അങ്ങനത്തെ മഹാനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല. അദ്ദേഹത്തിൻ്റെ നഫ്സിനെ മെരുക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം അതാ നോർദി എന്ന് പറയുന്ന പ്രദേശത്ത് ആ കുഗ്രാമത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ മനസ്സിലാക്കിയ ആളുകളെല്ലാം അദ്ദേഹത്തോടൊപ്പം കൂടുകയാണ്. അങ്ങനെ നഫ്സിനെ മെരുക്കിയെടുക്കാൻ പല ഇബാദത്തുകളും മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല തൻ്റെ ഒപ്പം താമസിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഹൃദയത്തെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന സമയത്താണ് ഒരു ദിവസം നോർദി രാജാവും വിവരമറിഞ്ഞുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീമിനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ്, ലൈലിലിബാദത്തിനായി കൂടണമെന്നാജ്ഞയായി കേട്ടിട രാജൻ അന്ന് പിന്തിടലായി. റബ്ബിനെ കഴിവതും ഇല്ലേ സുടവും ചെയ്തിടുവാനായി സമയമിൽ തന്ത്രം ഒന്ന് എടുത്തിട ഹക്കീമോരും വയലുകളാം ഗോതമ്പിൽ വിതച്ചിടുവാനേ കടല കൃഷിയതും ചെയ്തിടണം എന്നവർ കൂറി. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് കഴിഞ്ഞുകൂടാനുള്ള ആഗ്രഹവുമായി നോർദി രാജാവും സമീപിക്കുകയാണ്. അങ്ങനെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് എനിക്കും തരൂ, എനിക്കും അള്ളാഹുവിനെ കാണണം, എനിക്കും അള്ളാഹുമായി അടുപ്പം വേണം, അള്ളാഹുവിനോട് അടുക്കണം, അതിന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർഷിപ്പ് തരൂ എന്ന് നോർദിയിലെ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം പറഞ്ഞു, അതങ്ങനെ പെട്ടെന്ന് മെമ്പർഷിപ്പ് തന്നിട്ട് കാര്യമില്ല, അതിനൊരുപാട് പണികളെടുക്കാണ്ട് പറഞ്ഞു. രാത്രി ഇവിടെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടണം എന്ന് പറഞ്ഞു. ഇബാദത്തുമായി കഴിഞ്ഞുകൂടി ഒരുപാട് പരിശീലനങ്ങൾ നേടാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നോർദി രാജാവ് പറഞ്ഞു, നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരും, ഈ രാത്രി ഇബാദത്തെടുക്കണ പരിപാടിയിൽ നിന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ കേൾക്കാം, പക്ഷേ രാത്രി ഉറക്കൊഴിച്ചിട്ടുള്ള പരിപാടി അതിൽ നിന്നെ ഒഴിവാക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, അതാണ് എൻ്റെ ഒന്നാമത്തെ പ്രാക്ടീസ്, അതുകൊണ്ട് അയിന്ന് ഒഴിവാകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ രാജൻ പറഞ്ഞു ലുഖ്മാനുൽ ഹക്കീമിനോട്, അല്ല അള്ളാഹ്ക്ക് ഇപ്പം എന്നെ രാത്രി ഇബാദത്ത് എടുക്കാതെ പിന്നെ എന്നെ ഹിദായത്തിലാക്കാനും നല്ലതാക്കാൻ കഴിയില്ലേ, രാത്രി ഇബാദത്ത് നിന്ന് ഒഴിവാക്കിയാലും അള്ളാഹ്ക്ക് എന്നെ നന്നാക്കാൻ കഴിയില്ലേ എന്ന് രാജാവ് ചോദിച്ചു. ഉടനെ തന്നെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല ഒരു തന്ത്രം ഒപ്പിക്കുകയാണ്. എന്തായിരുന്നു തന്ത്രം? രാജാവിൻ്റെ വിത്ത് വിതക്കുന്ന, അതായത് വയലുകളിലൊക്കെ വിത്ത് വിതക്കുന്ന ഗോതമ്പ് വിത്ത് വിളക്കുന്ന പിന്നെ വിതക്കുന്നതായിരിക്കുന്ന ആളെ, രാജാവിൻ്റെ കാര്യസ്ഥനെ, പണിക്കാരനെ വിളിക്കുകയാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്ത് പറഞ്ഞു? കാര്യസ്ഥനെ വിളിച്ച് ഗോതമ്പ് വയലുകളിലൊക്കെ ഗോതമ്പിൻ്റെ വിത്ത് വിതക്കുന്നതിന് പകരം ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത് എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു രാജാവിൻ്റെ കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. ഗോതമ്പാൽ വിളയും വയലെല്ലാം കടല വിളഞ്ഞതത്ഭുതമല്ലോ, കണ്ട് രാജന് ദാസുകൾ ചൊന്ന് അത്ഭുതം ഇത് കൂറിയിടുന്നന്ന്. അങ്ങനെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല ഒരു പണിയൊപ്പിച്ചു. എന്താ ഒപ്പിച്ചത്? രാജാവിൻ്റെ കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം ഇക്കുറി ഗോതമ്പ് വയലുകളിലൊക്കെ കടല വിതറാൻ വേണ്ടി പറഞ്ഞു. കടലിൻ്റെ വിത്തിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കടലിൻ്റെ വിത്ത് വിതച്ചു. അങ്ങനെ മുളച്ചു വന്ന് നോക്കുമ്പോൾ ഗോതമ്പ് വയലുകളിലൊക്കെ കടലയാണ്.
ഉടനെ തന്നെ ആളുകളൊക്കെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, നിങ്ങളെ ഗോതമ്പ് വിളയുന്ന വയലുകളിലൊക്കെ കടലയാണ് ഉണ്ടായിരിക്കുന്നത്. ലുക്മാനുൽ ഹക്കീം കാരിസിനോട് പറഞ്ഞിരുന്നു, രാജാവ് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ അതിൻ്റെ മറുപടി ലുക്മാനിന് അറിയാമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആളുകളൊക്കെ ചെന്ന് രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, നിങ്ങളെ ഗോതമ്പ് വയലുകളിലൊക്കെ കടലയാണ് വളഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ രാജാവ് എന്ത് ചെയ്തു? വിതച്ചോനെ വിളിച്ചിടും നന്ന് കാര്യം പറയന്തജപന്ന് ഉടൻ രാജരില്ലാവൻ മൊഴിയുന്ന് ലുക്മാൻ അറിയാം പൊരുളന്ന്. ഉടനെ തന്നെ കാരിസിനെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ കാരിസിനെ വിളിച്ച് രാജാവ് ചോദിച്ചു, അല്ല എന്താപ്പോൾ ഈ പണിയെന്ന് ചോദിച്ചു. ഈ ഗോതമ്പ് വയലുകളിലൊക്കെ കടല വിളഞ്ഞിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ കാര്യസ്ഥനായ വിത്ത് വിതക്കുന്ന ആൾ പറഞ്ഞു, എന്താണെങ്കിലും ആ ലുക്മാനെ അറിയുള്ളൂ എന്ന് പറഞ്ഞു. ലംന്ന് രാജൻ ചോദ്യമായി എന്തെന്ന് കൂറി രാജൻ കടല വിളക്കാനും കഴിവുണ്ടല്ലോ അതിലെന്ത് അത്ഭുതം ചൊല്ലിടുന്ന്. ഉടനെ ജവാബതും രാജൻ ചൊന്ന് കാര്യകാരണത്താൽ എല്ലാം എന്ന് അതിനാലെ ലൈലി ഇബാദത്താലെ കഴിയേണം എന്നും മഹാന്യർ ചൊന്ന്. കാരിസം പറഞ്ഞു, ലുക്മാൻ അറിയാമെന്ന്. ഉടനെ തന്നെ രാജാവ് ലുക്മാനിൻ്റെ സന്നിധിയിലേക്ക്, ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു സന്നിധിയിലേക്ക് തിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കാണ് ഇതിൻ്റെ കാര്യം അറിയാം, ഗുട്ടൻസ് അറിയായി, എൻ്റെ ഗോതമ്പ് വയലുകളൊക്കെ മുഴുവൻ കടല വിളഞ്ഞിരിക്കുന്നു, എന്താ സംഭവമെന്ന് എൻ്റെ വിത്ത് വിതക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞു, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഉടനെ തന്നെ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കടല ഗോതമ്പ് വിതച്ചാലും കടല മുളപ്പിക്കാനും അള്ളാഹ്ക്ക് കഴിവില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹാരാജാവ് ചിന്തിച്ചത്, അപ്പോൾ കാര്യകാരണങ്ങളാൽ ഓടുന്ന ഈ ദുനിയാവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഇബാദത്തെടുക്കാൻ രാത്രിയിൽ തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനാൽ ലൈലിൽ ഇബാദത്താലെ കഴിയണമെന്നും മഹാന്യർ ചൊന്ന്. അതുകൊണ്ട് രാത്രി ഇബാദത്ത് എടുത്താൽ തന്നെ കാര്യം നടക്കുള്ളൂ. നിങ്ങൾ ആ പുലിവാലിൽ നിന്ന് ആ വളവിനൊന്നും വിടൂല എന്ന് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു രാജാവിനോട് പറയുകയാണ്. ഏതായാലും അങ്ങനെ ലുക്മാൻ ഹക്കീം എന്നോരെ സമാൻ കുത്ബായോരെ നോർദി കസറിലായി വാണിടും ഹക്കീം എന്നോരെ നോർദി കസറിലായി വാണിടും ഹക്കീം എന്നോരെ ശിഷ്യഗണങ്ങളൊത്ത് അവർ കഴിഞ്ഞിടുന്നേ നോർദി ബഹറിൻ ചാരയുള്ള കസറിലന്ന് പലരും മണഞ്ഞിടുന്നേ മറുതും ശിഫയാകുന്നേ പലരും മണഞ്ഞിടുന്നേ മറുതും ശിഫയാകുന്നേ. ലുക്മാൻ ഹക്കീം എന്നോരെ സമാൻ കുത്ബായോരെ ലുക്മാൻ ഹക്കീം എന്നോരെ സമാൻ കുത്ബായോരെ നോർദി കസറിലായി വാണിടും ഹക്കീം എന്നോരെ നോർദി കസറിലായി വാണിടും ഹക്കീം എന്നോരെ. അങ്ങനെ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നോർദി ലക്ഷ്യമാക്കി ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള പ്രാക്ടീസുകൾ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനുള്ള പ്രാക്ടീസുകൾ നൽകിക്കൊണ്ട് അങ്ങനെ കാലം തള്ളി നീക്കുന്ന സമയത്താണ് എന്തോ മറ്റൊരു സംഭവം. എന്തായിരുന്നു അത് എന്ന് കവി തന്നെ പറയട്ടെ. ഒരു ദിനം സഫർ ചെയ്യുവാൻ നടന്നല്ലോ ലുക്മാനും ശിഷ്യരൊത്തന്ന് ഒരു വഴിയിൽ എത്തിത്തിരിച്ചവർ ഒരു രൂപം അടുത്തിടുന്നേ. അങ്ങനെ ഒരു ദിവസം മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളും ഫക്കീറന്മാരും
ഒത്ത് ഒരു വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിസിറ്റിന് അവരിങ്ങനെ ഇറങ്ങിക്കൊണ്ട് വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ആകെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തവും ചോരയും ഒക്കെ വരുന്ന ആകെ പെൻസിൽ പോലെ മെലിഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് മണലാരുണ്യത്തിലൂടെ. ഈ സമയത്ത് അദ്ദേഹത്തിന് അടുക്കലേക്ക് അതാ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടിയെടുക്കുകയാണ്. ഓടിയെടുത്തു എന്ന് മാത്രമല്ല, മൗത്താകും മുന്നം ലുക്മാൻ ഹക്കീമോരെ നലർക്കണം ആദിനാശ പെരുത്തിന്ന് അണഞ്ഞ് നോർദിൽ എന്നും പറഞ്ഞപ്പോൾ ഉമൈമോഹം അത് ഹാസിലായി. അങ്ങനെ ആ പെൻസിൽ പോലെ മെലിഞ്ഞതായിരിക്കുന്ന മനുഷ്യൻ അത് അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് അള്ളാഹുവിനെ ആരാധിച്ച് ഇബാദത്തെടുത്തുകൊണ്ട് മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ പെൻസിലായി പോയിരിക്കുന്നു. മാത്രമല്ല, ഈ സമയം ലുക്മാനുൽ ഹക്കീമിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചായിരിക്കണം എൻ്റെ മരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കാലം കഴിച്ച് തള്ളി നീക്കുന്ന സമയത്താണ് ലുക്മാനുൽ ഹക്കീമിൻ്റെ ശിഷ്യന്മാർ അടുത്തെത്തിയെന്ന് മാത്രമല്ല, ആരാണ് നിങ്ങൾ, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഈ ലോകത്തിൻ്റെ കുത്തുബാകുന്ന ലുക്മാനുൽ ഹക്കീമിനെ കണ്ടിട്ട് വേണം ഈ ലോകത്തോട് വിട പറയാൻ, ആ ഒരൊറ്റാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഫക്കീറന്മാർ പറഞ്ഞു കൊടുത്തു, അതാ അടുത്ത് തന്നെയുണ്ട്, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്, അതാ വരുന്നു ലുക്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ലുക്മാനുൽ ഹക്കീം അതാ ഓടിയെടുക്കുകയാണ്. ഗുരുവിൻ വാക്ക് മനസ്സിലുദിച്ച് ചുറ്റും പല നാടും എത്തിയവർ ഒരു മണലാരുണ്യം തന്നിലായി. നിന്നുടെ മുമ്പിൽ മരണമതെന്ന കൗലം മനസതിൽ ഓർത്ത് മണലാരുണ്യമതെത്തിയ നേരമിൽ ലുക്മാൻ എന്നോർ ഓടിയടുത്ത് പൂട്ടി മണത്തന്ന് കണ്ടത ശിഷ്യഗണങ്ങൾ അജപായിടുന്നേ. ചോദ്യമ ശിഷ്യരുമാരിയതെന്ന് കേട്ട് ഹക്കീമോരും എൻ ഗുരു എന്ന് പറഞ്ഞ് മുടിത്തത കേഴുന്നേ. അങ്ങനെ അവരോട് അറിയിച്ചപ്പോൾ ലുക്മാനുൽ ഹക്കീം ഓടി വന്നുകൊണ്ട് അതാ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ അശ്ലേഷം അതാ ഉമ്മ വെക്കുകയാണ്. ആരായിരുന്നു മഹാൻ? രണ്ടുപേരും മഹത്തുക്കളാണ്. ലുക്മാനുൽ ഹക്കീം ലോകത്തിൻ്റെ കുത്തുബായി മാറിയിരിക്കുന്നു. ഏതായാലും ആ ലുക്മാനുൽ ഹക്കീമിൻ്റെ മുമ്പിൽ വെച്ച് ശിഷ്യഗണത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഏതായാലും മഹാനായ ലുക്മാനുൽ ഹക്കീം ത്യാഗത്തിൻ്റെ ആ ചുളയിൽ അതാ വിജയിച്ചിരിക്കുകയാണ്. ലുക്മാനുൽ ഹക്കീം അന്താരാഷ്ട്ര ആളായി മാറിയെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ കുത്തുബായി എന്ന് മാത്രമല്ല, ഒരു ദിവസം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, നാളെ നിങ്ങൾ മക്കയിലെത്തണം. എന്താണെന്നറിയാതെ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല മക്കയിലേക്ക് തിരിക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, നാളെ ലുക്മാനുൽ ഹക്കീം ലോകത്തിൻ്റെ കുത്തുബായി സ്ഥാനമേൽക്കുന്ന ദിവസമാണ്. ഇന്ന് വരെ ലോകത്തിൻ്റെ കുത്തുബായിരുന്ന മനുഷ്യൻ ഇന്ന് മക്കയിൽ വഫാത്തായിരിക്കുന്നു. അതുകൊണ്ട് ആ കുത്തുബിൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടതും ഇന്ന് മുതൽ കുത്തുബ് സ്ഥാനം അലങ്കരിക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന് വെളിയാളം വന്ന് അങ്ങനെ മഹാനായ ലുക്മാനുൽ ഹക്കീം മക്കയിലേക്ക് തിരിക്കുകയാണ്. രസകരമായ സംഭവ വികാസങ്ങൾ പറയുവാൻ ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ നെറ്റിൻ്റെ കാലാവധി തീർന്നിരിക്കുന്നു. മക്കളെ, നെറ്റിതാ കഴിഞ്ഞിരിക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.